Dear students, welcome to English class. 10th standard, project Tiger, focus area, പാഠമാണ്, പരീക്ഷയ്ക്ക് നിർബന്ധമാണ്. പാര 7. നമ്മളിത് ഒരു തവണ ഒരു റൗണ്ട് കഴിഞ്ഞതാണ്. രണ്ടാമത്തെ റെഫറൻസ് ആണ്, ശ്രദ്ധിക്കുക. Needless to say, in our own country, need എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. Needless means ആവശ്യമില്ല. To say പറയേണ്ട കാര്യമില്ല. That is needless to say, in our own country, നമ്മുടെ സ്വന്തം രാജ്യത്ത് it is not at all easy. Easy എളുപ്പം, opposite difficult. ഇക്കാര്യം ഒട്ടും തന്നെ എളുപ്പമല്ല. To find trained animals. So in Hollywood it is very easy, but in India, if you want to take a film, if you want to shoot a film with animals as characters, ഈ കഥാപാത്രങ്ങളായിട്ട് മൃഗങ്ങളെ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു പടം എടുക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അക്കാര്യം ഞാൻ പറയേണ്ടതില്ല. Although some films have been made in Bombay, എന്നിട്ട് പോലും ഇതിനൊക്കെയാണെങ്കിലും ബോംബെയിൽ ചില ഫിലിമുകൾ അപ്രകാരം ചെയ്തിട്ടുണ്ട്. In India it is very difficult to shoot a film characterizing the animals. ഈ ആനിമൽസിനെ ക്യാരക്ടർ ചെയ്തുകൊണ്ട് പടമെടുക്കുക ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ബോംബെയിൽ, അതായത് ഇന്ത്യൻ ഫിലിം ഈസ് സെൻഡ് ടു മുംബൈ, അതാണ് ബോളിവുഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ബോളിവുഡിൽ അങ്ങനെ ചില സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പഠിച്ചു ഹോളിവുഡ് അമേരിക്കയിൽ, ഇപ്പോഴും ബോളിവുഡിന്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് മേഡ് അറ്റ് ബോംബെ ആൻഡ് മദ്രാസ്. അതിന് നമ്മൾ പറയുന്നു മദ്രാസ്, തമിഴ്നാട് ആയതുകൊണ്ട് ടോളിവുഡ് എന്ന് പറയുന്നു. ഇനി കേരളയ്ക്കൊക്കെ എന്താ പറയുക, കോളിവുഡ്. ഇങ്ങനെ ഓരോ പേര് റിപ്പീറ്റഡ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആക്ച്വലി ദർ ഈസ് ഓൺലി വൺ, ദാറ്റ് ഈസ് ഹോളിവുഡ്. പിന്നെ ബോളിവുഡായി, പിന്നെ ടോളിവുഡായി, പിന്നെ അവസാനം കോളിവുഡായി. നോക്കൂ, ബോംബെ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ്ഡ് വർക്കിംഗ് വിത്ത് എലിഫന്റ്സ്, ഹോഴ്സസ് ആൻഡ് ടൈഗേഴ്സ്. നോക്കൂ, you have seen the great serial Mahabharata. അതിൽ ഹൺഡ്രഡ്സ് ഓഫ് ആനിമൽസ്, അതിൽ തന്നെ നൂറുകണക്കിന് മൃഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എലിഫൻസ്, ഹോഴ്സസ്, എക്സെട്ര എക്സെട്ര. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആനയെ വെച്ചുകൊണ്ട് പഴയ കാലത്ത് ഹാത്തി മേര സാത്തി എന്ന് പറയുന്ന സിനിമയും, അതേപോലെ ഝാൻസി റാണി, ആ മാതിരിയുള്ള ശിവജി മാതിരിയുള്ള സിനിമകളിൽ കുതിരകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ. സോ ദേ വാണ്ടഡ് ട്രെയിൻഡ് എലിഫന്റ്സ് ആൻഡ് ട്രെയിൻഡ് ഹോഴ്സസ്. ഇന്ത്യയിൽ അത്തരം മൃഗങ്ങളെ വെച്ചുകൊണ്ടൊക്കെ ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അറ്റ് ബോംബെ ആൻഡ് മദ്രാസ്. വടക്കല്ല, പടിഞ്ഞാറൻ തീരത്ത് ബോംബെയിലും കിഴക്ക്, അത് തെക്ക് കിഴക്ക് മദ്രാസിലും. That involved working with the elephants, horses and tigers also. ടൈഗറും കടുവയും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അതാണ് പ്രൊജക്ട്. Their performance did suggest that they were used to obeying commands. If you make an elephant the character, if you cast the horse a character, or you use a dog as a character or a tiger as a character, that animal has to obey the orders. അപ്പോഴത് ഇഷ്ടംപോലെ ചെയ്താൽ പറ്റില്ല. ആ മൃഗത്തെ കൊണ്ട് സംവിധായകൻ ആഗ്രഹിക്കും പോലെ അനുസരിപ്പിക്കണം. ആൻഡ് their performance, അവരുടെ പ്രകടനം did suggest that they were used to obeying commands. In Bengal, it is sometimes possible to find
ക്ലവർ ഡോഗ്സ്. അപ്പോഴ് ബംഗാളിന്റെ കാര്യം എടുക്കാം. അതാണല്ലോ സത്യജിത്രയിൽ, അതാണല്ലോ കൽക്കട്ട. ബംഗാളിന്റെ തലസ്ഥാനമാണ് കൽക്കട്ട. കൽക്കട്ടയിലെ കാര്യമാണ് ഇവിടെ ഇപ്പോഴും പറയുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ദി ക്ലവർ ഡോഗ്സ്, particularly police dogs which are quite intelligent. ഇത് നമുക്ക് പട്ടിയെ വെച്ച് സിനിമ എടുത്ത കാര്യം. സാധാരണ മൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ their performance did suggest that they were used to obeying commands. Commands അനുസരിപ്പിക്കണം. In Bengalil, it is sometimes possible to find clever dogs. ബംഗാളിൽ ചിലപ്പോൾ സമർത്ഥരായ പട്ടികളെ കിട്ടാറുണ്ട്, ട്രെയിൻഡ് ഡോഗ്സിനെ കിട്ടാറുണ്ട്. അവയെ വെച്ച് വേണമെങ്കിൽ പടമെടുക്കാം. പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ്, പ്രത്യേകിച്ചും അത് പോലീസ് ഡിറ്റക്റ്റീവ് ഫിലിംസിൽ ഈ ഡോഗ്സിന്റെ ആവശ്യമുണ്ട്, പോലീസ് നായയുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ പോലീസ് നായ്ക്കളെ പ്രത്യേകിച്ച് പരിശീലിപ്പിക്കുന്നുണ്ട്, ഘ്രാണം, അതായത് സ്മെല്ല് പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. അവയെ വെച്ച് വേണമെങ്കിൽ ബംഗാളിലെ സിനിമ എടുക്കാൻ എളുപ്പമാണ്. വിച്ച് ആർ ക്വൈറ്റ് ഇന്റലിജന്റ്, കാരണം പട്ടികൾ തികച്ചും ബുദ്ധിസാമർഥ്യമുള്ളവയാണ്. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യന്റ്, PATIENT, ഇവിടെ ഈ അർത്ഥം എടുക്കരുത്. നൗൺ ആയാൽ രോഗി. ഇവിടെ നമുക്ക് ഇതാണ് കൊടുത്തത്, PATIENCE. പേഷ്യൻസ് നൗണ്, ക്ഷമ. ഇതിന്റെ അഡ്ജക്റ്റീവാണ് മക്കളെ PATIENT. പേഷ്യന്റ് മീൻസ് അത് അഡ്ജക്റ്റീവായി ഉപയോഗിച്ചാൽ ഹാവിങ് പേഷ്യൻസ്, ക്ഷമയുള്ള. നോക്കൂ, പേഷ്യന്റ് നൗണാണെങ്കിൽ രോഗിയാണ്. ഹീസ് എ പേഷ്യന്റ്. ദ പേഷ്യന്റ് കൺസൾട്ടഡ് വിത്ത് ദ ഡോക്ടർ. രോഗി ഡോക്ടറുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. PATIENCE, പേഷ്യൻസ്, ക്ഷമ. അതിന്റെ ഓപ്പോസിറ്റ് കണ്ടോളൂ, ഇംപേഷ്യൻസ്, അക്ഷമം. മീൻസ് അക്ഷമം, ക്ഷമയില്ലായ്മ. ആൻഡ് പേഷ്യന്റ് അഡ്ജക്റ്റീവ് ആകുമ്പോൾ ക്ഷമയുള്ള, അതാണ് ഹാവിങ് പേഷ്യൻസ്, ക്ഷമയുള്ള. ഓപ്പോസിറ്റ് ഇംപേഷ്യൻസ്, ക്ഷമയില്ലാത്ത. ഇംപേഷ്യൻസ് അല്ല, ക്ഷമയില്ലാത്ത. യെസ്, കണ്ടോളൂ. If one is prepared to be patient, it is not altogether impossible to get good performances out of them as we managed to do with ഒരു പട്ടിയുടെ പേരാണ് ബൂലോ. Name of a dog used by Rai. സത്യജിത്ത് റായ് അദ്ദേഹത്തിന്റെ പതേർ പാഞ്ചാലി എന്ന സിനിമയിൽ ഉപയോഗിച്ച പട്ടിയുടെ പേരാണ് ബുലോ. അദ്ദേഹം പട്ടിയെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട്. പതേർ പാഞ്ചാലി, പാതയുടെ പാട്ട്, അതാണ് പതേർ പാഞ്ചാലി എന്ന സിനിമയുടെ ബംഗാളി പ്രയോഗത്തിന്റെ അർത്ഥം. ആ പടത്തിൽ എടുത്ത കാസ്റ്റ് ചെയ്ത പട്ടിയുടെ പേരാണ് ബുലോ. നോക്കൂ, to get good performance out of them as we managed to do with Bolo in Pather Panchali. Yes. Then the next vera, അടുത്ത പേരിലേക്ക് നോക്കാം. Yet a dog might be difficult, not impossible to handle. എന്നാൽ a dog is not too difficult to handle, deal, കൈകാര്യം ചെയ്യുക. ഒരു പട്ടിയെ കൈകാര്യം ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി ട്രെയിൻഡ്.
വി ക്യാൻ ട്രെയിൻ ഇറ്റ്. നമുക്കതിനെ പരിശീലിപ്പിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ. അത് മനുഷ്യനൊപ്പം ജീവിക്കുന്ന ഒരു മൃഗമായതുകൊണ്ട് ആണ്. യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ബുദ്ധിമുട്ടാണ്, അസാധ്യമല്ല. എ ഡോഗ് ക്യാൻ ബി ട്രെയിൻ. ബുദ്ധിമുട്ടാണ് പട്ടിയെ പരിശീലിപ്പിക്കാൻ. What was one supposed to do if there was need for a tiger? Even though a dog is difficult to train, ഒരു പട്ടിയെ ആണെങ്കിൽ പോലും പരിശീലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. But what may be the condition of a tiger in the place of a dog? ഒരു പടത്തിൽ ഒരു കടുവയാണ് രംഗത്ത് വരുന്നതെങ്കിൽ, ഒരു കാട്ടിലെ സീനിൽ കടുവയാണ്, ടൈഗറാണ് രംഗത്ത് വരുന്നതെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? സപ്പോസ് ടു ബി ഇമേജിൻ, നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. സപ്പോസ് ഇറ്റ് ഈസ് എ ടെസ്റ്റ് ട്യൂബ്, ഇതൊരു ടെസ്റ്റ് ട്യൂബ് ആണെന്ന് സങ്കല്പിക്കുക എന്ന് പറയുന്നു. ഒരു ഇമേജിൻ അങ്ങനെ സങ്കല്പിച്ചു നോക്കൂ. അത് ഇൻ ദ പ്ലേസ് ഓഫ് എ ഡോഗ്. ഈവൻ ദോ ഡോഗ് ആൻഡ് എ കാറ്റ് ദാറ്റ് ആർ വെരി ഡിഫിക്കൽട്ട് ടു ബി ആക്ടഡ്. അഭിനയിപ്പിക്കാൻ അത് ബുദ്ധിമുട്ടാണ്. ആൻഡ് ക്യാൻ ബി, ചെയ്യാം, പോസിബിൾ, സാധ്യമാണ്. മെനി ഒക്കേഷണൽ ട്രെയിനിങ്, പല തവണ വീണ്ടും ആവർത്തിച്ച് പരിശീലിപ്പിച്ചാൽ അത് ചെയ്യും. ആൻഡ് ഈസ് ഇറ്റ് പോസിബിൾ വിത്ത് എ ടൈഗർ? സത്യജിത്രയുടെ പടത്തിൽ, ആ പടത്തിന്റെ പേരാണ് ഗൂപി ഗായ്, ബാഗ ഗായ്. ഗൂപിയും ബാഗയും നാടുകടത്തപ്പെടുന്നു. അവർ ഒളിച്ചൂടാണ്, അത് നാടുകടത്താണ് അവര്. സിനിമയുടെ രണ്ട് ക്യാരക്ടേഴ്സാണ് ഗൂപി ആൻഡ് ബാഗ. ദേ ആർ ബാനിഷ്ഡ് ഫ്രം ദ കൺട്രി. രാജാവ് അവര് നാടുകടത്തുന്നു. നാടുകടത്തിയ നമ്മുടെ മഹാഭാരതത്തിലൊക്കെ കാണുന്ന മാതിരി, ഈ 14 വർഷത്തെ രാമൻ പോയതുമാതിരി, അല്ലെങ്കിൽ മഹാഭാരതത്തില് ഈ പഞ്ചപാണ്ഡവര് വനത്തിൽ പോയതുമാതിരി, അങ്ങനെ വനത്തില് സീനെടുക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നു. പഴശ്ശിരാജ എന്ന സിനിമയിൽ വനത്തിന് സീനെടുക്കുമ്പോൾ അതിൽ ഒരബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് വനത്തിലെ സീനിലാണ് കൊക്കക്കോലയുടെയോ അല്ലെങ്കിൽ മറ്റേ സ്പ്രൈറ്റിന്റെയോ കുപ്പി. അത് പഴശ്ശിരാജയുടെ കാലത്ത് സ്പ്രൈറ്റും കൊക്കക്കോല ഇല്ലല്ലോ, അത് ഏത് നൂറ്റാണ്ടിൽ കിടക്കുന്നു. അപ്പൊ ആരോ കുടിച്ച് എറിഞ്ഞ അത് ഈ പടത്തിലേക്ക് വന്നാൽ അവിടെ അവസാനം ആ സീന് കട്ട് ചെയ്യേണ്ടി വരും. ഒന്നിക്കൽ പ്രധാനപ്പെട്ട സീനാണെങ്കിൽ രണ്ടാമത് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും. സോ ഡിഫിക്കൽട്ട് വർക്ക്, ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. അതുമാതിരി ഇവിടെ നോക്കൂ, എ ജോബ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. ഒരു പട്ടിയെ വെച്ചെടുക്കുന്ന ബുദ്ധിമുട്ടാണ്. നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ, എന്നാൽ എടുക്കാൻ അസാധ്യമല്ല. What was one supposed to do if there was need of for a tiger in a film? അത് ഒരു ടൈഗർ ആണെങ്കിൽ, ഒരു പടത്തിലേക്ക് ആവശ്യം ഒരു കടുവയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? We had to deal with this problem. ഞങ്ങൾക്ക് ആ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടി വന്നു. That means in his film, Satyajit Ray wanted the presence of a tiger. അദ്ദേഹത്തിന്റെ ഗൂബി ഗായ് ബാഗ ബായ് എന്ന പടത്തിൽ ഒരു കാട്ടിലെ രംഗത്തിൽ അദ്ദേഹത്തിന് ഒരു കടുവയെ ഉപയോഗിക്കണം. കടുവയുടെ മുന്നിൽ ഇവർ പെടുന്നതാണ് രംഗം. ആൻഡ് ടു വെൻ വി ആർ ഷൂട്ടിംഗ് ഗൂബി ഗായ് ബാഗ ബായ്, പ്രത്യേകം ശ്രദ്ധിക്കാം, ഗൂബി ഗായ് ബാഗ ബായ് ബംഗാളി പദപ്രയോഗമാണ്. ഗൂബിയും ബാഗയും അവർ നാട് കടത്തപ്പെടുന്നു. In the film, Gooby, who is banished by the king, kada. Gooby is banished by the king. Banish, send out of the country. നാട് കടത്തുക, banish, വിലക്കുക, നാട് കടത്തുക അല്ലെങ്കിൽ വിലക്കുക. എക്സാമിനേഷൻ ബാനിഷ് ചെയ്യും, ബാൻ ചെയ്യും, അതാണ് ബാൻ, വിലക്കുക. അങ്ങനെ അവൻ വിലക്കപ്പെട്ടതാണ് ഗൂബി. രാജാവിനാൽ നാട് കടത്തപ്പെടുന്നു. In the film, Gooby, who is banished by the king, wanders, walk aimlessly, അലയുക, അലഞ്ഞു തിരിയുക. And the
man, that is Guvi, banished by the king, രാജാവിനാൽ നാടുകടത്തപ്പെട്ട ആ പ്രജ കാട്ടിൽ അലഞ്ഞു തിരിയുന്നു. He wanders in the forest. മീൻസ് ബാഗ. അങ്ങനെ ഭൂമി വാണ്ടർ ചെയ്യുമ്പോഴാണ് ബാഗയെ കണ്ടുമുട്ടുന്നത്. കാട്ടിൽ വെച്ചിട്ട് ബാഗയെ കണ്ടുമുട്ടുന്നു. ഇനി ബാഗയുടെ അവസ്ഥ എന്താണ്? ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്, അദ്ദേഹവും ബാനിഷ് ചെയ്യപ്പെട്ടതാണ്. കണ്ടോ, ഭൂമി ആൻഡ് ബാഗ ആർ ബാനിഷ്ഡ്. ഭൂമിയും ബാഗയും ബാനിഷ് ചെയ്യപ്പെട്ടവരാണ്, വിലക്കപ്പെട്ടവരാണ്, നാടുകടത്തപ്പെട്ടവരാണ്. ബൈ ദ കിങ് ഓഫ് ദാറ്റ് കൺട്രി, ആ രാജ്യത്തെ രാജാവിനാൽ. സോ അതുകൊണ്ട് ബോത്ത് ഓഫ് ദം അൺനോയിങ്ലി, രണ്ടുപേരും പരസ്പരം അറിയില്ല. ഇൻ ദ ഫോറസ്റ്റ് ദേ മീറ്റ്, കാട്ടിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത്. ആൻഡ് ദേ മീറ്റ് ഇൻ ദി ഫോറസ്റ്റ്. അപ്പോഴാണ് ഓൾസോ ബി ബാനിഷ്ഡ്. ദേ see a tiger and freeze. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടി ഒരുമിച്ച് നടക്കുമ്പോൾ മറ്റൊരാളെ കണ്ടുമുട്ടി. മറ്റൊരാളെന്ന് പറഞ്ഞാൽ അതൊരു കാട്ടുമൃഗമാണ്, അതൊരു ടൈഗറാണ്. ദേ റീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് എ ടൈഗർ. ആ നിസ്സഹായരായ രണ്ട് മനുഷ്യർ കടുവയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു കാട്ടില്. അതാണ് രംഗം. ദേ see a tiger and freeze. കണ്ടോ, and freeze get feared, മരവിക്കുക അല്ലെങ്കിൽ ഭയന്ന് വിറയ്ക്കുക. നമുക്കറിയാം ഫ്രീസർ നമ്മുടെ ശീതീകരണ യന്ത്രമാണ്, ഫ്രിഡ്ജാണ്. ഫ്രീസ്, മരവിക്കുക. ഇവിടെ ഫ്രീസ് എന്ന് പറഞ്ഞാൽ മരവിച്ചുപോയി എന്ന് വെച്ചാൽ ഭയന്ന് മരവിച്ചുപോയി, ഭയന്ന് വിറച്ചുപോയി. ഫ്രീസ്, ഫ്രോസ്, ഫ്രോസൺ. മൂന്ന് വാക്കുകളാണ്. ഫ്രീസ് FREEZD. രണ്ടാമത്തത് ഫ്രോസ്, പാസ്റ്റ് ടെൻസ് FROZD. മൂന്നാമത്തത് ഫ്രോസൺ, FROZDN. ഫ്രീസ് പ്രസന്റ്, ഫ്രോസ് പാസ്റ്റ്, ഫ്രോസൺ മരവിക്കുക, മരവിച്ചു, മരവിച്ച. തണുക്കുക, തണുത്തു, തണുത്ത. അല്ലെങ്കിൽ തണുത്തുറയുക, തണുത്തുറഞ്ഞു, തണുത്തുറഞ്ഞ. ഫ്രോസൺ ബ്ലഡ് എന്ന് പറയും. നോക്കുക, എന്തിനാണ് മഴ ശല്യപ്പെടുത്തുന്നുണ്ട്. They see a tiger and freeze, but the tiger simply walks about in the forest. പക്ഷേ കടുവ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവരെ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന അവിടെ കടുവവരെ കണ്ട് ചാടി വീഴാനൊന്നും പാടില്ല. കടുവ ആകുകയും വേണം, ഡ്യൂപ്ലിക്കടുവയാകരുത്. ഇവിടെ മനുഷ്യന്റെ ഡൂപ്പ് മാതിരി കടുവയുടെ ഡൂപ്പൊന്നും കൊണ്ടുവരാവില്ല. ഒറിജിനൽ കടുവ, ഒറിജിനൽ ടൈഗർ ആവണം. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് അറ്റാക്ക്. പക്ഷെ അത് ഈ നടന്മാരെ ആക്രമിക്കാനും പാടില്ല. വിതൗട്ട് പേയിങ് ദം ദി സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. അവരെ കണ്ടാൽ സ്ലൈറ്റ്, ലിറ്റിൽ, സ്ലൈറ്റ്, ലെസ് അർത്ഥാണ്. സ്ലൈറ്റസ്റ്റ്, ലീസ്റ്റ്, കുറഞ്ഞ, ഏറെ കുറഞ്ഞ, ഏറ്റവും കുറഞ്ഞ. ഇത് ഒട്ടും അവരെ വകവയ്ക്കാതെ ശ്രദ്ധിക്കാതെ കടുവ നടന്നു പോകണം. അപ്പോഴാണ് കുറഞ്ഞ, ഏറെ കുറഞ്ഞ, ഏറ്റവും കുറഞ്ഞ. ലൈറ്റ്, ലൈറ്റർ, ലൈറ്റസ്റ്റ് എന്ന് പോലെ തന്നെയാണ് സ്ലൈറ്റ്, സ്ലൈറ്റർ, സ്ലൈറ്റസ്റ്റ്. അതിന് മറുവശമാണ് ഇത് പഠിച്ചാണ് ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. എഴുതത്തോടാണ് ലിറ്റിൽ ഓപ്പോസിറ്റ്. ലിറ്റിൽ എന്ന വാക്ക് ആ ഓപ്പോസിറ്റ് ഉപയോഗിച്ചതാണ് മച്ച്. ലെസ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് മോർ. ലീസ്റ്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് മോസ്റ്റ്. മച്ച്, മോർ, മോസ്റ്റ്. അതിന്റെ ഓപ്പോസിറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പരീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ SSLCയുടെ റിസൾട്ട് വന്നു. നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ വർഷം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. 2 ബാച്ച് എടുത്തുള്ള മാഷ് അന്ന് 120 കുട്ടികൾ എടുത്തുള്ളൂ. 70 ഇംഗ്ലീഷ് മീഡിയവും 50 മലയാളം മീഡിയവും. അതിൽ ഒരു 105ഓളം കുട്ടികളാണ് അവസാനം വരെ മോഡൽ പരീക്ഷയുടെ കണക്കിന്റെ തലേദിവസം കണക്ക് പരീക്ഷ വരെ വന്നത്. അത്യത്ഭുതകരമായ രീതിയിൽ ഈ 105-ലും 70-ലധികം കുട്ടികൾക്ക് കൂടെ ഫുൾ A+ ഉണ്ട്. അത് ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഇന്നും നാളെ വിട്ടായിരുന്നു. 70ഓളം കുട്ടികൾക്കുണ്ട്. 105 ഔട്ട് ഓഫ് 105 വി ഹാവ് ആക്ച്വലി എ ടെറിഫിക് വിക്ടറി. ഒരു അപ്രതീക്ഷിതമായിട്ട്, അതായത് ഒരു 3/4 പങ്കോളം കുട്ടികൾക്ക് എഴുതിയ കുട്ടികളിൽ 3/4 പങ്കിനും A+ ഉണ്ട്.
അത് നമ്മൾ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ച് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ പറഞ്ഞമാതിരി പഠിപ്പിച്ചത്. ഇതും ഫോക്കസ് ഏരിയ ഇതാണ്. വി ഹാവ് സെന്റേഡ്. മാത്രമല്ല എപ്പോഴും നിങ്ങൾക്ക് എടുക്കുന്ന ശ്രീജിത്ത് മാഷ്, അതുപോലെ തന്നെ അഖിൽ, ശശിമാഷ്, മുരളി മാഷ്, പിന്നെ സതീശ മാഷ്, അഞ്ജലി ടീച്ചർ, ചിത്ര ടീച്ചർ, ഇതേ ബാച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. അവർക്ക് ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന വിജയം ഉണ്ടായിട്ടുണ്ട്. കാരണം പിന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ വന്ന് അല്ലെങ്കിൽ കണ്ട നിങ്ങൾക്കറിയാം എത്ര കുട്ടികളുണ്ടെന്നും, നിങ്ങൾക്ക് മീറ്റ് ചെയ്യുമ്പോഴറിയാം എത്ര കുട്ടികളുണ്ടെന്നും. ഇതിൽ തന്നെ നിങ്ങൾ യാതൊരു സംശയമില്ല 19 പേര് നിങ്ങൾ ഫുൾ എ പ്ലസ് ആകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നിരന്തരം ഇത്തരം ക്ലാസ്സുകളും ഒന്നെടുത്ത് രണ്ടാമതെടുത്ത് മൂന്നാമത് വിശദീകരിച്ച് ഓൺലൈൻ ആണെങ്കിലും ഗ്രാമർ പഠിപ്പിച്ച്, അതായത് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മറ്റുള്ളവരെക്കാൾ മികവാർന്ന രീതിയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഈ പാഠം കഴിഞ്ഞാൽ രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള പാടാണ്, ശ്രദ്ധിച്ചോളണം. ആദ്യം തന്നെ ആ പിന്നെ യൂട്യൂബ് ക്ലാസ്സും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സും വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക. ഈ പാഠത്തിൽ കുറെ വാക്കുകളുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദെൻ ലെറ്റ് us continue tomorrow. Thank you.